കൊടൈക്കനാലിൻ്റെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് സിൽവർ കാസ്കേഡ് ഫോൾസ്. നമ്മുടെ കൊടൈക്കനാലിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഉടനെ റൈറ്റ് സൈഡിൽ കാണുന്ന വാട്ടർഫോൾസാണിത്. കൊടൈക്കനാലിൽ വരുന്നവർക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആദ്യത്തെ തന്നെ ഒരു അടിപൊളി ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ് സിൽവർ കാസ്കേഡ് ഫോൾസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്കാണ് വന്നിരുന്നത്. ഇത് പാമ്പർ ഫോൾസ് ആണ്. പാമ്പർ ഫോൾസ് നമ്മുടെ ഒബ്സർവേറ്ററി റോഡ് വഴി വന്നിട്ടാണ് പാമ്പർ ഫോൾസിലോട്ട് വരുന്നത്. അപ്പം ഒരു അടിപൊളി ഫോൾസാണിത്, കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. നമുക്കിപ്പം ആദ്യം നമുക്ക് ഒരു പാലം കഴിഞ്ഞ് വന്നിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും. പക്ഷെ നല്ല അടിപൊളി തണുപ്പുണ്ട്. ഈ തണുപ്പത്ത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു 10 അല്ലെങ്കിൽ 12 ഡിഗ്രിയാണ്. രാവിലെയൊക്കെ നമ്മൾ എണീറ്റപ്പം 9 ഡിഗ്രി 8 ഡിഗ്രിയൊക്കെ ആയിരുന്നു ടെമ്പറേച്ചർ. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ വെയിലൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ നല്ല അടിപൊളി തണുപ്പാണ്. അപ്പോൾ എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ, ഈ തണുപ്പത്ത് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ എന്തായാലും നമ്മൾ ഇറങ്ങും. അപ്പോൾ നമുക്ക് പാമ്പർ ഫോൾസിലോട്ട് പോകാം. നിങ്ങൾ കൊടൈക്കനാലിൽ വരുവാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ വരേണ്ട ഒരു അടിപൊളി ഫോൾസാണ് പാമ്പർ ഫോൾസ്. എന്തായാലും ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഫോൾസാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പാമ്പർ ഫോൾസ് പൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിൽ എന്തായാലും വരാം. വന്ന് അടിച്ച് ഫാമിലിയായിട്ട് വന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. കൊടൈക്കനാലിൽ വന്നിട്ടുള്ള 3rd ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഈ സൂയിസൈഡ് പോയിന്റ്. ഇപ്പം അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്നാണ്. അപ്പം ഇതെന്തായാലും അടിപൊളിയാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പം ജസ്റ്റ് ഇതിൽ കൂടെ പാസ് ചെയ്തപ്പോൾ നമ്മൾ ഇതിലോട്ട് കയറിയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ രാവിലെ വന്നാൽ കുറച്ചുകൂടെ കോട ഇറങ്ങിയിട്ട് ഇപ്പം എങ്ങനെ ഇത്രയും വ്യൂ കാണുമോയെന്ന് അറിയത്തില്ല. ഇപ്പം ഈ സമയത്ത് വന്നുകൊണ്ട് വെയിലൊക്കെ ആയിട്ട് കുറച്ച് മഞ്ഞൊക്കെ മാറി നിൽക്കുന്ന സമയമുണ്ട്. അടിപൊളി വ്യൂ ആണ്. എന്തായാലും നല്ല അടിപൊളി വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൊടൈക്കനാൽ വരുവാണെങ്കിൽ ഒരു നല്ല അടിപൊളി വ്യൂ കണ്ടിട്ട് പോകാം. അപ്പം ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. അത് നമ്മുടെ പഴയ പേരെന്ന് പറഞ്ഞാൽ സൂയിസൈഡ് പോയിൻ്റാണ്. അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു.
അപ്പോൾ നമ്മൾ പില്ലേഴ്സ് റോക്കിലാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു പോയിൻ്റാണിത്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലേക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾ ദ വേ വരുന്ന എല്ലാ വ്യൂ പോയിൻറ്റ്സും ഫോൾസും ആണ് കണ്ടിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പില്ലേഴ്സ് റോക്കിൽ വന്നിരിക്കുന്നത് അടിപൊളി വ്യൂ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ട് നമുക്ക് ഫുൾ മഞ്ഞിറങ്ങിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് അത്രയ്ക്ക് നല്ല തണുപ്പുണ്ടായിരുന്നാലും കോടമഞ്ഞ് ഇറങ്ങിയിട്ടില്ല. എന്നാലും നമുക്ക് അടിപൊളി വ്യൂ കിട്ടുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. അടുത്ത ഡെസ്റ്റിനേഷനാണ് നമ്മുടെ റോസ് ഗാർഡൻ. അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു ഗാർഡനാണ്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ലൊരു ഗാർഡനാണ്. നമ്മുടെ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോയി നമുക്ക് വേണമെങ്കിൽ നടന്ന് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി ഉണ്ടാവും. നമുക്ക് ഇവിടുന്ന് അകത്ത് നിന്ന് വണ്ടിയിൽ പോകണമെങ്കിൽ വണ്ടിയും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോയതിന് ശേഷം അടുത്ത നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും നമുക്ക് അടുത്തുണ്ടാവും. അതിന് 30 രൂപയാണ് ചാർജ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എൻട്രി ഫീ നോക്കുവാണെങ്കിൽ എൻട്രി ഫീ ഒരാൾക്ക് 30 രൂപ വെച്ചിട്ടാണ്. പിന്നെ എക്സ്ട്രാ കാർ ചാർജ് നമ്മൾ 30 രൂപ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നടന്ന് കാണാം. ഇല്ലെങ്കിൽ നമുക്ക് അല്ലാതെ നമുക്ക് കാർ വേണമെങ്കിൽ കാർ എടുത്ത് 30 രൂപയുള്ളൂ. അഫോർഡബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോകാം. അപ്പോൾ നമ്മളിപ്പം കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അത് വരുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി ബാക്കിയെല്ലാം കാണാം. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനാണ് മോയർ വ്യൂ പോയിൻറ്റ്സ്. നമ്മൾ ഇപ്പം ബാക്കിയെല്ലാം ഓരോവിധം എല്ലാം നല്ല വ്യൂ പോയിൻറ്റ്സും കണ്ടുകൊണ്ട് വന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ ഏകദേശം അടിപൊളി നല്ലൊരു ഈ കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പം നല്ലൊരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല വെയിലുണ്ട്, പക്ഷേ എന്നാലും നല്ല അടിപൊളി തണുപ്പാണ്. അപ്പം ഇത് നല്ലൊരു പോയിൻ്റാണ് മോയർ വ്യൂ പോയിൻറ്റ്സ്. അപ്പം നിങ്ങൾക്ക് ഇതുവഴി പാസ് ചെയ്യുമ്പം മസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച ഇത്രയും പോയിൻറ്റ്സും നല്ല മസ്റ്റ് വ്യൂ പോയിൻറ്റ്സ് ആണ്. അപ്പം ഇതും വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളി ഒരു പ്ലേസ് ആണ് ഇത്. അപ്പം എന്തായാലും ഇതൊന്ന് ആരും മിസ് ചെയ്യാണ്ട് ഇതൊന്ന് വന്ന് കാണുക.
ഇത് നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് വ്യൂ പോയിന്റ് ആണ്. നമുക്ക് ഈ സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ ഫുൾ കൊടൈക്കനാൽ ലേക്കിൻ്റെ ഫുൾ വ്യൂ കിട്ടും. അടിപൊളിയായിട്ട് നമുക്ക് കൊടൈക്കനാൽ ലേക്ക് ഫുള്ളായിട്ട് കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ നമ്മൾ ഇത്രയും സ്ഥലങ്ങൾ കണ്ടു വന്നു. ഇപ്പോൾ ഇനി അടുത്ത നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ഡെസ്റ്റിനേഷനാണ് നമ്മുടെ പൈൻ ട്രീ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരുപാട് പൈൻ മരങ്ങളും എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് മരങ്ങളുടെ ഇടയിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആണ്. പിന്നെ അതേപോലെ ഇപ്പം രണ്ട് സമയം 4 മണി കഴിഞ്ഞ് ഇപ്പം നല്ല മഞ്ഞിറങ്ങി തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പം നല്ല തണുപ്പ് വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും ഇത് ഇവിടുത്തെ മെയിൻ ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ് ഈ പൈൻ ട്രീ ഫോറസ്റ്റ്. നല്ലൊരു അടിപൊളി വ്യൂവും നമുക്ക് നമ്മുടെ മൈൻഡൊക്കെ നല്ല കാം ആൻഡ് റിലാക്സ്ഡ് ആക്കാൻ നല്ലൊരു പ്ലേസാണിത്. അപ്പം നിങ്ങൾ എന്തായാലും വരുവാണെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന പ്ലേസാണ്. എന്നാലും വരുവാണെങ്കിൽ കൊടൈക്കനാലിലോട്ട് വരുവാണെങ്കിൽ ഇതെന്തായാലും വിസിറ്റ് ചെയ്തിട്ട് പോകേണ്ട ഒരു പ്ലേസാണ്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഗുണ കേവിലോട്ട് നമ്മൾ എത്തിയേക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗുണ കേവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ കമലഹാസൻ സാറിൻ്റെ മൂവി ഗുണ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ കേവിൽ വെച്ചിട്ടാണ്, ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. കേവ് എല്ലാം ക്ലോസ്ഡ് ആണ്. എന്നാലും നമുക്ക് അവിടെ നിന്നിട്ട് ബാക്കി വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടും. നല്ലൊരു ഡെൻസ് ഫോറസ്റ്റിൽ പോയതുപോലത്തെ ഒരു ഫീലാണ്. അതിൻ്റെ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പം നല്ല കുടമഞ്ഞുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി മഞ്ഞൊക്കെ ഇറങ്ങി നല്ല വ്യൂ കിട്ടുന്ന സമയമായിരുന്നു. അപ്പം നിങ്ങൾ തന്നെ കണ്ടു നോക്കും. ഞാൻ കൊടൈക്കനാൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ കോക്കസ് വോക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കോക്കസ് വോക്ക് എന്ന് പറഞ്ഞാൽ ലേക്കിൻ്റെ അടുത്ത് നമുക്ക് നല്ലൊരു വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് വാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല നിറയെ കുന്നുകളും നല്ല കുടമഞ്ഞൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിപ്പോൾ സമയം 7:30 കഴിഞ്ഞു. അപ്പം ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 7:30 മുതൽ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇങ്ങനെ ഇവിടെ നല്ല അടിപൊളി വ്യൂ കണ്ട് ഇങ്ങനെ വാക്ക് ചെയ്ത് നല്ല ചിൽ ആൻഡ് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ആണെങ്കിലും അഫോർഡബിൾ ആണ്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുവാണെങ്കിൽ കോക്കസ് വാക്കിൽ വരണം. അപ്പോൾ അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ.
ഹലോ, അപ്പം നമ്മളിവിടെ കൊടൈക്കനാലിൻ്റെ ബോട്ട് ഹൗസിലാണ് ഉള്ളത്. അപ്പം നമ്മളിവിടെ ബോട്ടിങ്ങിന് വന്നേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കൊടൈക്കനാൽ വരുമ്പോൾ തന്നെ നല്ലൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് നമ്മുടെ ബോട്ട് ഹൗസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബോട്ടിങ്ങിന് അടിപൊളിയായിട്ട് ബോട്ടിങ്ങിന് പോകാൻ പറ്റും. നമുക്ക് പെഡൽ ബോട്ട് വേണമെങ്കിൽ പെഡൽ ബോട്ട് എടുക്കാം, നമുക്ക് അല്ല റോബോട്ട് വേണമെങ്കിൽ റോബോട്ട് എടുക്കാം. റോബോട്ടിലാകുമ്പം അവരുടെ തന്നെ ഒരു സ്റ്റാഫ് കൂടി ഉണ്ടാവും. പെഡൽ ബോട്ടാണെങ്കിൽ നമ്മൾ ചവിട്ടി പോകേണ്ടി വരും. അപ്പോൾ ടിക്കറ്റ് ചാർജ് ഇപ്പോൾ നമുക്ക് 5 പേർക്കും കൂടെ ആയിട്ട് ഫസ്റ്റ് 600 rupees വാങ്ങി. പിന്നെ നമ്മൾ 20 minutes ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 300 rupees റീഫണ്ട് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വലിയൊരു ലേക്കാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് കുറച്ച് ബോട്ടിങ്ങിനൊക്കെ നല്ല തണുത്ത കാറ്റും ഇതൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് ബോട്ടിങ്ങിന് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇങ്ങനെ ബോട്ട് ഹൗസ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കണം, അടിപൊളിയാണ്. എവിടെ ഇത് വെള്ളത്തിൽ പോകണം, സൂപ്പർ. കൊടൈക്കനാലിൽ ഞങ്ങൾ പോകുന്ന ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബ്രയൻ പാർക്ക്. ഇന്നിവിടുത്തെ ഒരുവിധം നല്ലൊരു വലിയ പാർക്ക് തന്നെയാണ്. അടുത്ത വലിയ പാർക്ക് എന്ന് പറഞ്ഞാൽ റോസ് ഗാർഡൻ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതും നല്ലൊരു അടിപൊളി വലിയ പാർക്കാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെടികളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിപ്പോൾ സീസൺ അല്ലാത്തത് കാരണം ഒരുപാട് ചെടികൾ പൂത്തിട്ടില്ല. സീസൺ ആകുമ്പോൾ ഇവിടെ കാണാൻ നല്ല അടിപൊളി ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുമെന്നാണ് അവർ പറയുന്നത്. നല്ല ഗാർഡനൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞ് കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ തീരുവാണ്. എല്ലാ ട്രിപ്പ് തീരുമ്പോഴും എല്ലാവരുടെയും മനസ്സിലൊരു ചെറിയൊരു വിഷമം ഉണ്ടാവുമല്ലേ, അയ്യോ നമ്മുടെ ട്രിപ്പ് തീർന്നു പോയല്ലോ എന്ന്. ആ ഒരു വിഷമമാണ് നമുക്ക് അടുത്ത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം അല്ലേ. അപ്പം ഇതേപോലെ അടിപൊളി ട്രിപ്പുകൾ ഇനി എല്ലാവർക്കും പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ട്രിപ്പ് ഇവിടെ നിർത്തുന്നു. ടാറ്റാ ബൈ.